1 അധ്യായം 27 വാക്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടതാകും, ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വചനം സുപരിചിതമാകും. പക്ഷേ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനം കേൾക്കുമ്പോൾ ആ ഒരു വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളെ കൊണ്ടുവരും. 1 അധ്യായം 27 വാക്യം. ഹന്ന സാക്ഷ്യം പറയുവാണ്, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഹന്ന പറഞ്ഞതാ. ഹന്ന പുരോഹിതനോട് പറയുക, പുരോഹിത, ഈ കുഞ്ഞിന് വേണ്ടിയാ കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അടുത്ത ഭാഗം ചിന്തിക്കണം. ഒരമ്മയിൽ നിന്ന് പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. 28 വാക്യം. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. അജീവാനന്ദം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. അമ്മയും മകനും ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന് സമർപ്പിച്ചു. നമ്മൾ പറയില്ലേ, വെറുതെ സമയം കളയാൻ വേണ്ടി പോവുക, പ്രാർത്ഥിക്കാൻ പോവുക. ഇത് ദേവാലയത്തിൽ വന്ന് ഒരമ്മയും മകനും ദൈവത്തിന് സമർപ്പിച്ച് തന്നെ ആരാധിച്ചു. ദൈവത്തിന് സമർപ്പിച്ച് ആരാധിക്കാൻ സമയം മാറ്റിവെക്കുന്നത് ഒരിക്കലും നഷ്ടമാകില്ല. ഇന്നത്തെ പ്രാർത്ഥനയാണ് നാളത്തെ സമ്പത്ത്. ഇന്നത്തെ ആരാധനയും സത്യത്തിലും ആത്മാവിലുമുള്ള പ്രാർത്ഥന ആരാധനയാ പ്രിയരെ നാളത്തെ എൻ്റെയും നിങ്ങളുടെയും സമ്പത്ത്. വിലപിക്കേണ്ടി വരത്തില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തനുഗ്രഹമാണ് അവരിൽ വന്നത്. 3 അധ്യായം 19 വാക്യം വായിച്ചു നോക്ക്. അമ്മ തൻ്റെ മകനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അവർ ആരാധിച്ചു. അവൻ അജീവാനന്ദം ദൈവത്തിനുള്ളവനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് തന്നെ സമർപ്പിച്ച സാമുവേൽ വഴിതെറ്റിപ്പോയോ? ആ സാമുവേൽ തകർന്നു പോയോ? അവൻ്റെ ഭാവി ഇരുട്ടായിപ്പോയോ? എല്ലാവർക്കും വേദനയായോ? എഴുതിയിരിക്കുന്ന വാക്യം നോക്ക്. 19 വാക്യം. സാമുവേൽ വളർന്നു വന്നു. ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്നവൻ അനുഗ്രഹത്തിൽ വളർന്നു വരും. അതെന്തു കാര്യമായാലും. സാമുവേൽ വളർന്നു വന്നു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിനാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചും പേരെഴുതി വെച്ചും അവരെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ എഴുതി വെച്ചും ഇവിടെ എഴുതി വെച്ചും ഒക്കെ പ്രാർത്ഥിച്ചത്? അവരോടുകൂടെ ദൈവം നിൽക്കും. നോക്ക്, എഴുതിയിട്ട് അവരോട് കൂടെ കർത്താവ് അവനോട് കൂടെ